ചേട്ടൻ ദൈവവിശ്വാസിയാണോ? ഈ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള വിശ്വാസമാണോ സ്നേഹമാണോ? ദൈവത്തിനെ ദൈവഭയം എന്നാണ് പറയാറ് സാധാരണ. ഗോഡ് ഫിയറിംഗ്, ദൈവഭയം എന്നാണ് എല്ലാവരും പറയാറ്. ഭയമാണ് ദൈവത്തിന്. അതായത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ല. അതാണോ? ഇല്ല, ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ മരിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ. മരിച്ച പോണത് ദൈവത്തിന്റെ അടുത്തേക്കല്ലേ, ഇഷ്ടം ദൈവത്തിന്റെ അടുത്തേക്ക്. മരിക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്ന കഴിയും. അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിലെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവഭയത്തിൽ നിന്നുണ്ടായതും ദൈവത്തിന്റെ അടുത്തേക്ക് പോവാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തതുമാണ്, അല്ലേ? അതെ. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കോ സാമീപ്യത്തിലേക്കോ എത്താനല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ ഒരു മതങ്ങളും പഠിപ്പിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവഭയത്തിൽ നിന്നുണ്ടായതും ദൈവത്തിലേക്ക് ഒരിക്കലും എത്താൻ ആഗ്രഹിക്കാത്തതുമാണ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്. സത്യത്തിൽ ഇത് ശരിയാണോ? ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഭയം? ഭയം എന്ന വികാരം കൊണ്ടുണ്ടാകുന്നത് എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. മനുഷ്യ മനസ്സ് ആരോഗ്യമായി നിലനിൽക്കണമെങ്കിൽ അതിന് 3 അടിത്തറകൾ വേണമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതിലൊന്ന് ഭയം, മറ്റൊന്ന് സ്നേഹം, മറ്റൊന്ന് പ്രത്യാശ. ഇത് 3 മനുഷ്യർക്കുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം മനസ്സിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്നാണ് സൈക്കോളജി പറഞ്ഞു വെക്കുന്നത്. മനുഷ്യന്റെ പ്രശ്നം വികാരങ്ങളല്ല. വികാരങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് എന്നതാണ് മനുഷ്യരുടെ പ്രശ്നം. ആധുനിക മനഃശാസ്ത്രം, സൈക്കോളജി ഇന്ന് പറഞ്ഞു വെക്കുന്നത് മാനസിക ആരോഗ്യങ്ങൾക്ക് 3 അടിത്തറകളുണ്ട് എന്നാണ്. ഭയം എന്ന വാക്കിനെ നമ്മൾ എപ്പോഴും നെഗറ്റീവ് മീനിങ് കൊടുത്തിട്ടാണ് കാണാറുള്ളത്. എന്നാൽ ഭയമില്ല എങ്കിൽ സ്വയം നിയന്ത്രിക്കാനാവില്ല നമുക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭയം സമതുലനാവസ്ഥയിലല്ല എങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ചിലപ്പോൾ ഉത്കണ്ഠയുണ്ടാവും, ചിലപ്പോൾ അമിതമായ പേടിയായിരിക്കും, ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. എന്നാൽ ഭയം ഒരു സമതുലനാവസ്ഥയിലാണ് എങ്കിൽ നമുക്ക് പല കാര്യങ്ങളും അതുവഴി നേടിയെടുക്കാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇന്ന കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. തെറ്റുകളിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കും. നമുക്കറിയാം, ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ, അതായത് നമ്മുടെ ലഹരി ഉപയോഗങ്ങൾ. ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്വയം, നമ്മുടെ ജീവനെ സ്വയം, നമ്മുടെ ശരീരത്തെ സ്വയം കേടുവരുത്തുന്നതിൽ നിന്നൊക്കെ നമുക്ക് ഭയത്തിന്റെ ഒരു സന്തുലിതാവസ്ഥയുണ്ട് എങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഇതൊക്കെ ഭയം കൊണ്ട് കിട്ടുന്ന നമ്മുടെ ഒരു ഉപകാരങ്ങളാണ്. അപ്പോൾ ഭയം ഒരു പ്രശ്നമല്ല, ആ ഭയത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് എന്നതാണ് പ്രശ്നം. ഭയം മനസ്സിന്റെ ഒരു ബ്രേക്ക് സിസ്റ്റമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആധുനിക മനഃശാസ്ത്ര വിദഗ്ധർ പറഞ്ഞു വെക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ഒരു മാനസികാരോഗ്യത്തിന്റെ പോയിന്റാണ് സ്നേഹം എന്നുള്ളത്. സ്നേഹം നമുക്കുണ്ടെങ്കിൽ അതിന് പല അർത്ഥങ്ങളും പ്രചോദനങ്ങളും നമുക്ക് ലഭിക്കും. ഭയം മനുഷ്യനെ പല കാര്യങ്ങളിൽ നിന്നും തടഞ്ഞു വെക്കുന്നു എങ്കിൽ സ്നേഹം മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് മനഃശാസ്ത്രം പറയുന്നത്. സൈക്കോളജി പറയുന്നത് സ്നേഹം ജീവിതത്തിന് അർത്ഥങ്ങൾ നൽകുന്നു, അർത്ഥം മനുഷ്യന് ഊർജം നൽകുന്നു, ഊർജം ശാസനയെ നിലനിർത്തുന്നു. ഇതൊക്കെ സ്നേഹം ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. എങ്കിൽ സ്നേഹമില്ല എങ്കിൽ ജീവിതം യാന്ത്രികമാകും, വിജയം ശൂന്യമാകും, മാനസിക ക്ഷീണം നമ്മളെ പിടിപെടുത്തും. എന്ന് വെച്ചാൽ സ്നേഹം ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന പ്രത്യേകതരം പ്രേരകമാണ് എന്നർത്ഥം. പല കാര്യങ്ങളിലേക്കും നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ് സ്നേഹം എന്നുള്ളത്. മനുഷ്യന്റെ ആരോഗ്യ മനസ്സിനുള്ള 2 പോയിന്റുകളിൽ രണ്ടാമത്തേത് സ്നേഹമാണ്, ഒന്നാമത്തേത് ഭയമാണ്. ഭയവും വേണം, സ്നേഹവും വേണം. എങ്കിലാണ് മനസ്സിനുള്ള ആരോഗ്യം അത് നിലനിൽക്കുകയുള്ളൂ എന്ന് സൈക്കോളജി പറഞ്ഞു വെക്കുന്നു. മറ്റൊരു പോയിന്റാണ് പ്രത്യാശ, വീണ്ടെടുക്കാനുള്ള ശക്തി. മനുഷ്യനെ തകർക്കുന്നത് വേദനയല്ല, വേദന ഇനി മാറില്ലെന്ന് തോന്നുന്ന അപകടാവസ്ഥയാണ് മനുഷ്യനെ തകർക്കുന്നത്. എന്ന് വെച്ചാൽ അവന് പ്രത്യാശ ഇല്ലായ്മയാണ് എന്നർത്ഥം. സൈക്കോളജി പറയുന്നത് പ്രത്യാശ മാറ്റത്തിനുള്ള ഒരു കാരണമായാണ്. മാറ്റത്തിനുള്ള സാധ്യതയിലേക്കുള്ള വിശ്വാസമാണ് പ്രത്യാശ എന്നാണ്. പ്രത്യാശ ഇല്ല എങ്കിൽ മാനസികാരോഗ്യം വളരെയധികം കുറയുകയാണ് എന്നാണ് പറയുന്നത്.
മാനസിക തളർച്ച നമുക്ക് സംഭവിക്കും. ഇനി പ്രത്യാശയുള്ള ഒരു മനുഷ്യനാണെങ്കിലോ, വീഴുമ്പോൾ അവൻ പഠിക്കും, പരാജയത്തിൽ നിന്നും അവൻ പല കാര്യങ്ങളും പഠിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്ന്. പരാജയങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് എന്നർത്ഥം. അതുപോലെ തെറ്റ് ചെയ്താൽ അവൻ ഖേദിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്താൽ സ്വാഭാവികമായും ഖേദം വരുന്നത് അവന്റെ പ്രത്യാശയുടെ ഗുണമാണ്. പ്രത്യാശ അവനിൽ ഉണ്ട് എന്നുള്ള തെളിവാണ്. അല്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളെ പോലെയാകും. കാരണം മൃഗങ്ങൾക്ക് പ്രത്യാശയില്ല. സ്വാഭാവികമായിട്ടും തെറ്റ് ചെയ്തതിന് അവർക്ക് ഒരു ഖേദവുമില്ല. ഇനി ആ തെറ്റോ കുറ്റങ്ങളോ ചെയ്താൽ അതവൻ എത്രയും പെട്ടെന്ന് തിരുത്തും. ഇതൊക്കെ പ്രത്യാശയുടെ ഒരു കാരണങ്ങളാണ്. മാത്രവുമല്ല, കുറ്റബോധം അവനിൽ വളരെ വർധനവുണ്ടാവും. കുറ്റബോധം ഉണ്ടാവുക എന്നുള്ളത് അവൻ മുമ്പ് ചെയ്ത തെറ്റിലേക്ക് നടന്നു പോകാതിരിക്കാനുള്ള, പിന്തിരിഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ പ്രത്യാശ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. അത് മാനസികാരോഗ്യത്തിന്റെ മൂന്നാമത്തെ കാര്യമായിട്ട് സൈക്കോളജി പറഞ്ഞു വെക്കുകയാണ്. പ്രത്യാശ മനസ്സിന്റെ പ്രതിരോധ ശക്തിയാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഇതേ സൈക്കോളജി തന്നെ മുന്നറിയിപ്പ് നൽകുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഭയം മാത്രമാണ് എങ്കിൽ അവന് അത് പ്രശ്നങ്ങൾ മാത്രമാണ് സമ്മാനിക്കുക. ഉദാഹരണത്തിന്, അവന് ഉത്കണ്ഠ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഭയം കൊണ്ട് അവനൊരു കാര്യം ചെയ്യാൻ പറ്റുകയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി സ്നേഹം മാത്രമാണെങ്കിലോ അവന് നിയന്ത്രണാതീതമായിരിക്കും. ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല ഒരു കാര്യങ്ങൾക്ക്. അവന് ധാരാളമുള്ള സ്നേഹമാണുള്ളത്, അതുകൊണ്ട് നിയന്ത്രണമില്ല. അങ്ങനെയുള്ള പ്രശ്നമാണ് അവിടെ വരിക. ഇനി പ്രത്യാശ മാത്രമാണെങ്കിലോ ഉത്തരവാദിത്വ കുറവ് വളരെയധികം അവനിൽ ഉണ്ടാവും. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും, ഈ മൂന്ന് മൂല്യങ്ങൾ അവനിലില്ല എങ്കിൽ മാനസികാരോഗ്യ പ്രശ്നം അവൻക്കുണ്ട് എന്നാണ് ആധുനിക സൈക്കോളജി പറഞ്ഞു വെക്കുന്നത്. എന്ന് വെച്ചാൽ മാനസികാരോഗ്യം എല്ലാം ഒഴിവാക്കലല്ല, മറിച്ച് സമതുലിതാവസ്ഥയാണ്. ഭയം, സ്നേഹം, പ്രത്യാശ മൂന്നും സമതുലിതമായി അവനിൽ ഉണ്ടാവുക എന്നതാണ് മാനസികാരോഗ്യത്തിന്റെ കാരണങ്ങളായി, പോയിന്റുകളായി ആധുനിക സൈക്കോളജി പറഞ്ഞു വെക്കുന്നത്. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു രസകരമായ കാര്യമുണ്ട്. മനഃശാസ്ത്രം ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ഒരു 100 വർഷങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ മനുഷ്യ ചരിത്രത്തിൽ ഇതിനു മുമ്പേ ഇതേ ഘടന പറഞ്ഞു വെച്ച ഒരു സമ്പൂർണ്ണ സംവിധാനം ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, അത് ഇസ്ലാമാണ്. ഇസ്ലാം മനുഷ്യനെ പേടിപ്പിക്കാൻ വന്ന മതമല്ല, മനുഷ്യ മനസ്സിനെ സമതുലിതമാക്കാൻ വന്ന മതമാണ്. നമ്മൾ കണ്ട വീഡിയോയിൽ പറയുന്ന പോലെ ഒരു മതവും മനുഷ്യനെ ഭയമല്ലാത്ത മറ്റൊരു മൂല്യവും നൽകുന്നില്ല. അല്ലെങ്കിൽ ഭയത്തിലാണ് ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു വെക്കുന്നത് തീർത്തും തെറ്റാണ്. ഇസ്ലാമിന്റെ കാര്യം ഒന്ന് പഠിച്ചു നോക്കിയാൽ ഇസ്ലാം ഭയത്തെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു, എങ്ങനെ ഫോക്കസ് ചെയ്യുന്നു, എങ്ങനെ വിശദീകരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇസ്ലാമിൽ അമിതമായ ഭയമോ അമിതമായ സ്നേഹമോ അമിതമായ പ്രത്യാശയോ ഒന്നും തന്നെയില്ല. ഭയന്നുകൊണ്ട് ആരും ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ട യാതൊരു ആവശ്യവുമില്ല. ഭയന്നുകൊണ്ട് ഒരു മതത്തിലേക്ക് കടന്നു ചെല്ലേണ്ട ആവശ്യവും ഒരു മതം സ്വീകരിക്കേണ്ട ആവശ്യവും ഇല്ല. എന്നാൽ ഓരോ മതവും സ്വീകരിക്കേണ്ട കാര്യമെന്ത്, അതിന്റെ കാരണങ്ങൾ എന്ത്, അതിന്റെ ബോധ്യങ്ങൾ എന്ത്, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ആണ് ഓരോരുത്തരും ഓരോ മതവും സ്വീകരിക്കേണ്ടത്. ആ മത ആചാരാനുഷ്ഠാനങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യേണ്ടത്. ഇസ്ലാമിന്റെ കാര്യം ഭയം. എന്താണ് ഇസ്ലാമിൽ ഭയം? തഖ്വ എന്ന് പറയും, ദൈവഭക്തിയോടെയുള്ള ഭയം. സ്നേഹം, അതെങ്ങനെ ഇസ്ലാം നോക്കിക്കാണുന്നു? അള്ളാഹുവിനോടുള്ള സ്നേഹം, അതായത് ദൈവത്തോടുള്ള സ്നേഹം. പ്രത്യാശ, അതെങ്ങനെ ഇസ്ലാം നോക്കിക്കാണുന്നു? അള്ളാഹുവിന്റെ കരുണയിലുള്ള പ്രത്യാശ. അള്ളാഹു, അതായത് ദൈവം എങ്ങനെയൊക്കെയാണോ അവന്റെ സൃഷ്ടികളോട് കരുണ ചെയ്യുന്നത്, എനിക്കും ആ കരുണ ലഭിക്കുമെന്ന പ്രത്യാശയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. സൈക്കോളജി അതിരു കടക്കരുത് എന്ന് പറയുന്ന അതേ കാര്യമാണ് ഇസ്ലാം ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ആധുനിക മനഃശാസ്ത്രം ഇപ്പോൾ വീണ്ടും കണ്ടെത്തുകയാണ്, വെളിപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രഖ്യാപിച്ച, വിവരിച്ചു തന്ന മനുഷ്യ പ്രകൃതിയെ സൈക്കോളജി ഇന്നും അതിനെ വീണ്ടും കണ്ടെത്തുകയാണ്. ഭാഷ വേറെയാണ്, പക്ഷേ ലക്ഷ്യം ഒന്ന് തന്നെ. ഇസ്ലാം മനസ്സിനായി തന്നെയാണ് നിലകൊള്ളുന്നത്. മാനസികാരോഗ്യം കൂടുതലായി ലഭിക്കുക,
ഇസ്ലാമിക വിശ്വാസികൾക്കെന്നർത്ഥം. നിങ്ങൾ ഇസ്ലാമിന്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇസ്ലാമിലെ ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാവ്യശകലമുണ്ട്. പാമ്പിനെ ഭയക്കുന്ന പോൽ നിന്റെ റബ്ബിനെ നീ ഭയക്കണ്ടടോ. ഉപ്പയെ പ്രിയം വെച്ച പോൽ നിന്റെ റബ്ബിനെ നീ പ്രിയം വെക്കടോ. എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ അടുത്തേക്ക് ചെന്നാൽ അതിന്റെ ദംശനം ഏൽക്കുമെന്ന ഭയത്താൽ പാമ്പിലേക്ക് അടുക്കരുത് എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. ആ അനുഭവം പോലെ അള്ളാഹുവിനെ, ദൈവത്തെ ഭയക്കരുത് എന്നാണ് പറയുന്നത്. എന്നാൽ ഭയം വേണം. എങ്ങനെ ഭയം വേണം? തൻ്റെ പിതാവിനെ എങ്ങനെയാണോ നീ ഭയക്കുന്നത്, നിന്റെ പിതാവിനെ നീ എങ്ങനെയാണോ ഭയക്കുന്നത്, അതുപോലെയാണ് നീ നിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ ഭയക്കേണ്ടതെന്നാണ് ഇസ്ലാം പറഞ്ഞു വെക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ പിതാവിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരാണ്. അവർ നമ്മളെ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ അനുസരണക്കേട് എന്തെങ്കിലും ചെയ്താലോ നമ്മെ ശിക്ഷിക്കും, നമ്മെ ശാസിക്കും. എന്ന് വെച്ച് നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ പിതാക്കളോട് ദേഷ്യമുണ്ടോ, ഭയമുണ്ടോ, അടുത്തേക്ക് പോകാതിരിക്കുന്നുണ്ടോ? ആ രൂപത്തിലാണ് ദൈവത്തെ നമ്മൾ ഭയക്കേണ്ടത്. കേരളത്തിലുള്ള, നമ്മുടെ നാട്ടിലുള്ള മതങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഭയത്തിലധിഷ്ഠിതമല്ല, ഭയത്തിന്റെ അടിസ്ഥാനമല്ല. ഓരോ മതത്തിലുമുള്ള ഭയം എന്ന് പറയുന്നത് അതിൻ്റെതായ രീതിയിലുള്ള ഭയങ്ങളാണ്. അല്ലാതെ ഒരാൾക്ക് ആ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് ഭയമായത് കാരണം അവൻ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് സന്തോഷമുണ്ടാക്കുക അല്ല വേണ്ടത്. അത് തീർത്തും തെറ്റായ ചിന്താഗതിയാണ്. അത് സമൂഹത്തിനൊരു ഗുണവും നൽകുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇസ്ലാമിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ചെന്ന് നോക്കൂ. പ്രത്യാശയെക്കുറിച്ച് ഇസ്ലാം എന്താണ് പറയുന്നത്? ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആരും ആശ മുറിയരുത് എന്ന് പറഞ്ഞു വെക്കുന്നു. അതുപോലെ പല മൂല്യങ്ങളും ഇസ്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകൾ കേൾക്കുമ്പോൾ, ഇത്തരത്തിലുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്കും അവതാരകനും കുറച്ചൊക്കെ ബുദ്ധി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇവിടെ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ അവതാരകനും പറഞ്ഞു വെക്കുന്നത് ഗോഡ് ഫിയറിൽ നിന്നുമാണ് മതവിശ്വാസം തുടങ്ങുന്നത് എന്നാണ്. ശരിക്കും അത് തെറ്റായ ചിന്താഗതിയാണ്. എപ്പോഴാണ് ഗോഡ് ഫിയർ നമുക്കുണ്ടാവുക? ഒരാൾക്ക് ഒരു പ്രത്യാശയും സ്നേഹവും ഭയവും സമതുലിനാവസ്ഥയിൽ ഉണ്ട് എങ്കിൽ അവിടെ ഗോഡ് ഫിയറിന്റെ ആവശ്യമില്ലല്ലോ. ഗോഡ് എപ്പോഴും സന്തോഷമാണ്, ഗോഡ് എപ്പോഴും സമാധാനമാണ്, ഗോഡ് എപ്പോഴും പ്രത്യാശയാണ്. എന്തിന് നമ്മൾ ഭയക്കണം? മാ ബൈനൽ ഖൗഫി വർ റജാ എന്നാണ് ഇസ്ലാം പറയുന്നത്. അള്ളാഹുവിനെ, യഥാർത്ഥ ഇലാഹിനെ, ദൈവത്തെ നമ്മൾ കണ്ടെത്തേണ്ടത് മാ ബൈനൽ ഖൗഫി വൽ റജാ, പ്രത്യാശയുടെയും ഭയത്തിന്റെയും ഇടയിലുള്ള അവസ്ഥയാണ് നാം അള്ളാഹുവിനെ, ദൈവത്തെ കാണേണ്ടത്. അപ്പോഴാണ് ജീവിതം പരിശുദ്ധമാവുകയുള്ളൂ. സ്വതന്ത്ര ചിന്തകൾ നമുക്കാവാം, പക്ഷേ ആ സ്വതന്ത്രതയ്ക്കും വേണം കുറച്ച് അതിർവരമ്പുകളൊക്കെ. ഇന്ത്യ എന്ന രാജ്യം സ്വാതന്ത്ര്യം നേടി വന്നതാണ്, ഇപ്പോൾ സ്വതന്ത്ര രാഷ്ട്രമാണ്. എങ്കിലും ഈ രാഷ്ട്രത്തിൽ പല അതിർവരമ്പുകളുമുണ്ട്. രാഷ്ട്രത്തിന്റെ അതിർവരമ്പുകളുണ്ട്, നിയമങ്ങളുടെ അതിർവരമ്പുകളുണ്ട്. അതൊക്കെ സ്വതന്ത്രത നഷ്ടപ്പെടുത്തുന്നു എന്നല്ല അർത്ഥം. നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കണ്ടേ എന്നാണ് പലരും ചോദിക്കുന്നത്. സ്വതന്ത്രമായി ചിന്തിക്കണം, പക്ഷേ അതിനും അതിർവരമ്പുകൾ ആവശ്യമാണ്. ഒരു വൃക്ഷത്തെ, ഒരു തൈയിനെ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ അതിനെ അതിൻ്റെതായ രീതിയിൽ സ്വതന്ത്രത കൊടുത്ത് വളർത്തിയാൽ, നമുക്ക് നല്ല ഫലങ്ങൾ കിട്ടും. അല്ലാതെ അതിനെ അതിൻ്റെ സ്വതന്ത്രതയിൽ വളർത്താൻ നമ്മൾ വിട്ടുകൊടുത്താൽ അതിൽ നിന്നും നാം ഉദ്ദേശിക്കുന്ന ഉപകാരം ലഭിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ, പശുവാകട്ടെ മറ്റു മൃഗങ്ങളാവട്ടെ, അതിനെ നമ്മൾ അതിൻ്റെതായ സ്വതന്ത്രത കൊടുത്തു വളർത്തിയാൽ മാത്രമാണ് അതിൽ നിന്നും നമുക്ക് കിട്ടേണ്ട യഥാർത്ഥ മൂല്യങ്ങൾ, ഉപകാരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാത്ത ഒന്നും നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും ദൈവവിശ്വാസം. ദൈവവിശ്വാസം എന്നുള്ളത് ഭയത്തിൽ അധിഷ്ഠിതമല്ല, പ്രത്യാശയിൽ അധിഷ്ഠിതമാണ്, സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ഗോഡ് എന്നുള്ളത് ഗോഡ് ഫിയർ നൽകേണ്ട ഒരു സംഗതിയല്ല. നേരെ മറിച്ച് ഗോഡ് എപ്പോഴും ലവ് നൽകേണ്ടതാണ്, സമാധാനം നൽകേണ്ടതാണ്. അത്തരത്തിലുള്ള
മതമൂല്യങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. ആദ്യം ദൈവത്തെ പഠിക്കണം, പിന്നെ ദൈവത്തെ മൂല്യങ്ങൾ പഠിക്കണം. അത് രണ്ടും പരസ്പരം പൂരകങ്ങളായി നിലനിൽക്കുന്ന സംഗതിയാണ്. ദൈവം എന്ന് പറയുന്നത് ദൈവമൂല്യങ്ങളാണ്. അതുകൊണ്ടാണ് ഓരോരുത്തർക്ക് മനുഷ്യരൂപമുള്ള ദൈവമാണ് എന്ന് ചിലർ പറയുന്നു. മനുഷ്യന്റെ മൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ മനുഷ്യരൂപമുള്ള ദൈവത്തെ അവൻ സങ്കല്പിക്കും. ഉറുമ്പിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ ഉറുമ്പിന്റെ രൂപമുള്ള ദൈവത്തെയാണ് അവൻ സങ്കല്പിക്കുക. ആനയുടെ മൂല്യങ്ങൾ നോക്കുമ്പോൾ ആനയുടെ രൂപത്തിലുള്ള ദൈവത്തെയാണ് അവർ സങ്കല്പിക്കുക. അതുകൊണ്ടാണ് ദൈവം രൂപങ്ങൾക്ക് അതീതമാണെന്ന് ഇസ്ലാം പറയുന്നത്. ഒരിക്കലും ഒരു രൂപമാണ് ദൈവത്തിന് എന്ന് ഇസ്ലാം പറയുന്നില്ല. മറ്റു മതങ്ങൾ പറയുന്നുണ്ടോ എന്നുള്ളത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയേണ്ടതാണ്. എന്നാൽ ഇസ്ലാം പറയുന്നത് എല്ലാ രൂപങ്ങൾക്കും അതീതമായതാണ് ദൈവം എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ട ഭയരഹിതമായ, എന്നാൽ ഭയത്തിൽ അധിഷ്ഠിതമായി പ്രത്യാശയിൽ അധിഷ്ഠിതമായ സ്നേഹ ജീവിതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മാനുഷിക മൂല്യങ്ങൾ, പ്രകൃതി മൂല്യങ്ങൾ, അങ്ങനെ തുടങ്ങി എല്ലാ മൂല്യങ്ങളും നിലനിർത്താൻ വന്ന സുന്ദര മതമാണ് ലളിതമായ ഈ ഇസ്ലാം, സുന്ദരമായ ഈ ഇസ്ലാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വതന്ത്ര ഗാഢചിന്തകളെ നമ്മൾ ഒഴിവാക്കി സത്യത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.